നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ആസ്മ ദിനം. ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടെ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് ലോക ആസ്മ ദിനം ആചരിക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ലോക ആസ്മ ദിനം ആചരിക്കുകയുണ്ടായി. ആസ്മ ദിനത്തോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് പൾമോണോളജിസ്റ്റ് രാജതിലകം നടത്തുകയും TB ചികിത്സാ സംഘാടക മെൽസി നന്ദി അറിയിക്കുകയും ചെയ്തു. എല്ലാ മെയ് മാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ച അതാണ് വേൾഡ് ആസ്മ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓരോ ഡേകളുണ്ട്. COPD ഡേ ഉണ്ട്, ഡയബറ്റിസ് ഡേ ഉണ്ട്, അങ്ങനെ ഓരോ ഡേയ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പബ്ലിക്കിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, ഒരു അവബോധം സൃഷ്ടിക്കലാണ് ഇതേ കൊണ്ട് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാം ആസ്മ എന്താണ്, ആസ്മ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി വരരുത്. അപ്പം ആസ്മ എന്താണ് എന്നറിയിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ എന്താണ്, അത് വലിയ കുഴപ്പമുള്ള അസുഖമാണോ എന്നെല്ലാം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷങ്ങളിലും ആസ്മ അവയർനെസ് ഡേ, അതായത് ആസ്മ ഡേ വേൾഡ് ലോകത്തിൽ തന്നെ ആചരിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ ആസ്മ പേഷ്യൻസ് ഉണ്ട്. എനിക്ക് ശ്വാസമുട്ടലാണ്, അത് പേടിയുള്ളതാണോ, പേടിക്കേണ്ടതാണോ എന്നൊക്കെ ഉള്ളത്. ശരിക്കും ആസ്മ എന്ന് പറയുന്നത് പേടിക്കാനുള്ള അസുഖങ്ങളല്ല. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സ വഴി മുഴുവനായും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു അസുഖം ഇല്ലയെന്ന് തന്നെ പറയാം. ആസ്മ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളിൽ വരെ വരാം, പ്രായമായവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യൂഷ്വലി ഇത് സാധാരണ ഉണ്ടാകുന്നത് പൊടിപടലങ്ങളിൽ നിന്നും തണുപ്പടിക്കുമ്പോഴും ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ചിലർക്ക് പാരമ്പര്യമായിട്ടും ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് അസുഖത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അലർജി ഉണ്ടോയെന്നും ആഹാരത്തിൽ അലർജി ഉണ്ടോയെന്നും അതല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് പൊടി അടിക്കുമ്പോഴായിരിക്കാം അലർജി ഉള്ളത്. അപ്പോൾ ആ ഹിസ്റ്ററി എല്ലാം ചോദിക്കുകയും അതിൻ്റെ കൂടെ എക്സ്റേ പരിശോധന അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല, എന്നാൽ യൂഷ്വലി നമ്മൾ എക്സ്റേ പരിശോധന ചെയ്യാറുണ്ട്. പിന്നെ സ്പൈറോമെട്രി എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ ഊതിയുള്ള ഒരു പരിശോധനയാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ആസ്മ കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ സ്പൈറോമെട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശ്വാസകോശത്തിൻ്റെ വികസനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ വികസനവും മരുന്ന് കൊടുത്തതിന് ശേഷവും അതിന് മുമ്പുമുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായാൽ അത് എങ്ങനെയാണ് ആസ്മയാണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. പ്രായമായവരിലും പുകവലിക്കാരെല്ലാം കൂടുതൽ കാണപ്പെടുന്നത് COPD എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതും ആസ്മയായിട്ട് രണ്ടും വ്യത്യാസമുണ്ട്. ആസ്മ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് മെയിൻലി. അത് എൻ്റെ പ്രധാന ചികിത്സ ഇൻഹേലറാണ്. ഈ ഇൻഹേലർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ഇൻഹേലർ എന്താണ്, ഇത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളത്. ശരിക്കും ഇൻഹേലർ പേടിക്കാനുള്ള ഒരു കാര്യവുമില്ല. ഇൻഹേലറിൽ പേടിക്കേണ്ട ഒരാവശ്യമുള്ളതല്ല. ഇൻഹേലർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മരുന്നുകളിലെ ഏറ്റവും കുറഞ്ഞ ഡോസിൽ, അതായത് മൈക്രോഗ്രാം ഡോസിലാണ് ഈ ഇൻഹേലറിൽ മരുന്നുള്ളത്. അപ്പോൾ ആ മൈക്രോഗ്രാം ഡോസിലെ മരുന്ന് ഡയറക്റ്റ് ശ്വാസകോശത്തിലോട്ട് പോകത്തേ ഉള്ളൂ. അത് കിഡ്നിയോ ലിവറിനെയോ ഒന്നും ബ്ലഡിലോട്ട് കലരുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സേഫായ മരുന്നാണ് ഇൻഹേലർ. ആസ്മ എന്ന് പറയുന്നത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്, പക്ഷെ നമ്മൾ കൺട്രോളിൽ ചെയ്ത് നിർത്തണം. ഇത് കൺട്രോൾ ചെയ്തില്ല അല്ലെങ്കിൽ ഇൻഹേലർ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നും കൂടെ വേണമെങ്കിൽ പ്രശ്നം ആവാൻ സാധ്യത കൂടുതൽ ഇൻഹേലർ ഉപയോഗിച്ചില്ല എങ്കിലാണ്. ഇൻഹേലർ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആസ്മ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ശ്വാസനാളികളിലെ നീർക്കെട്ടാണ്. ഈ നീർക്കെട്ട് പിന്നെയും വരാനുള്ള സാധ്യത കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഹേലർ കറക്റ്റായിട്ട് ഉപയോഗിക്കുക, പൊടിയും തണുപ്പും ഒന്നും കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് ആസ്മ. വേൾഡ് ആസ്മ ഡേയോടനുബന്ധിച്ച് മാഡം നമുക്കൊരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. അത് എല്ലാവരും കേട്ട് എന്ന് വിചാരിക്കുന്നു. ആസ്മ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. COPD, TB, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് എന്നുള്ളത്. അപ്പം ഈ ദിവസം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത രാജേന്ദ്ര മാഡത്തിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഈ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു.